അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി കൊല്ലത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ്. കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റതായി പരാതി. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൗൺസിലിംഗിന് നിർബന്ധിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. മാരകമായ മർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെൺകുട്ടി നേരിട്ടത് വലിയ ക്രൂരതയാണെന്ന് അഭിഭാഷകൻ പ്രശാന്ത് കുറുപ്പ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. 4 വയസ്സുള്ള കുട്ടിയെ ഉൾപ്പെടെ ലൈംഗിക ചൂഷണം നടത്തി എന്നും ഈ അഭിഭാഷകൻ പറയുന്നുണ്ട്. പെൺകുട്ടി അറിയുന്നത് പെൺകുട്ടിയുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അപ്പോൾ ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇയാളുടെ ഫോണിൽ ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ട്, ഇയാളാണ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇയാളെയും കൊണ്ട് ഈ ഒരു സൈക്കാട്രിക് കൗൺസിലിങ്ങിന് വേണ്ടി ഇയാളെ നാട്ടിലെത്തുകയായിരുന്നു. നാട്ടിലെത്തി കൗൺസിലിങ്ങിന് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇയാൾ വീണ്ടും ഇത്തരത്തിൽ ഈ കുട്ടിയോടൊപ്പമുള്ള കുട്ടിയെ നിർത്തിക്കൊണ്ട് ഉള്ള ചില ലൈംഗിക വൈകൃതങ്ങൾ, 4 വയസ്സുള്ള മകളെ നിർത്തിക്കൊണ്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുകയും അപ്പോൾ ഇത് അവരുടെ വീട്ടുകാരറിയുകയും അത്തരത്തിൽ ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങിന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനൊന്നും ഇയാൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ അത് പ്രകോപിതനായ ഈ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയായിരുന്നു. ഉപദ്രവിച്ച് ഈ പെൺകുട്ടി ഇന്നലെ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ പെൺകുട്ടിയെ പ്രവേശിച്ചു. ഇന്നലെ പോലീസ് എത്തി ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. എ.വി. ജയശങ്കറുണ്ട്. എ.വി. ജയശങ്കർ, പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഈ ഭർത്താവ് അതിക്രൂരമായിട്ടാണ് ഈ യുവതിയോട് പെരുമാറിയിരിക്കുന്നത് എന്നാണ്. പെൺകുട്ടിയോട് പോലും കുഞ്ഞിനോട് പോലും ക്രൂരത കാട്ടിയെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജയശങ്കർ? കൗൺസിലിങ്ങിന് നിർദ്ദേശിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണോ ജയശങ്കർ? ഇവർ രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞാണോ താമസിക്കുന്നത്? എത്ര കാലമായി ഇവർ പിരിഞ്ഞ് താമസിക്കുന്നു ജയശങ്കർ? ഡോക്ടർ അരുൺ, ഈ വിദേശത്ത് വെച്ചാണ് ഈ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഭർത്താവ് പകർത്തുകയും അത് അശ്ലീല വെബ്സൈറ്റുകൾക്ക് ഉൾപ്പെടെ നൽകുകയും ചെയ്യുന്നത്. ചില സുഹൃത്തുക്കളിൽ നിന്നാണ് ഈ ഒരു വിവരം യുവതി അറിയുന്നത്. പിന്നീട് ഇതുമായി ഭർത്താവുമായി ഈ വിഷയം സംസാരിക്കും. ഈയിടെ നാട്ടിലേക്ക് 2 ദിവസം മുമ്പാണ് ഇവർ നാട്ടിലേക്ക് എത്തിയത്. നാട്ടിലെത്തി ഭർത്താവിനെ കൗൺസിലിംഗ് ഉൾപ്പെടെ കൊണ്ടുപോകാനായിരുന്നു യുവതിയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഭർത്താവ് ക്രൂരമായി യുവതിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ യുവതിയെ മർദ്ദിക്കുകയും കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഈ അശ്ലീലമായ ചേഷ്ടകൾ ഉൾപ്പെടെ കാണിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് ഈ ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രിയിലായ ഘട്ടത്തിലാണ് യുവതി തന്റെ ബന്ധുക്കളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും പറയുന്നത്. ആ ഘട്ടത്തിലാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഈ വിദേശത്ത് വെച്ച് ഇത്തരത്തിൽ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയും തന്റെ ഫോണിൽ സൂക്ഷിക്കാവുന്ന പേരിലാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയത്. പിന്നീട് സുഹൃത്തുക്കളൊക്കെ ഇത് ഈ അശ്ലീല വെബ്സൈറ്റിൽ ഈ ദൃശ്യങ്ങൾ വന്നതോടുകൂടിയാണ് പെൺകുട്ടി ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭാര്യമാരെ പങ്കുവെക്കുന്ന സംഘങ്ങളുമായൊക്കെ തന്നെ ഇയാൾക്ക് ബന്ധമുണ്ടെന്നും ഈ പെൺകുട്ടി പറയുന്നു. അത്തരം ചില സംഘങ്ങളുമായൊക്കെ തന്നെ ഫോണിൽ സംസാരിക്കാൻ ഇയാൾ ഈ പെൺകുട്ടിയെ നിരന്തരമായി നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തന്നെ വിദേശത്ത് വെച്ചാണ്. അങ്ങനെ ഇതൊക്കെ സഹിക്കാതെ എങ്ങനെയെങ്കിലും ഭർത്താവിനെ നന്നാക്കി ഒരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ഈ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നു. 4-4.5 വയസ്സുള്ള ഒരു കുട്ടി ഇവർക്കുണ്ട്. ആ കുട്ടിയുടെ ഭാവി ഓർത്ത് ഈ പെൺകുട്ടി ഭർത്താവിനെ നന്നാക്കാനുള്ള തീരുമാനത്തിൽ എത്തി. അങ്ങനെയാണ് നാട്ടിലെത്തുന്നത്. പക്ഷേ നാട്ടിലെത്തിയിട്ടും ഇയാളുടെ ചേഷ്ടകൾ തുടർന്നു. കഴിഞ്ഞ ദിവസം ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മുമ്പിൽ ഉൾപ്പെടെ വെച്ച് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. പിന്നാലെയാണ് ആശുപത്രിയിൽ യുവതി അഡ്മിറ്റ് ആവുകയും ഒപ്പം തന്നെ പോലീസിൽ പരാതി നൽകി നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്യുന്നത്. ഇവർ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഒരുമിച്ച് താമസിച്ചിരുന്ന ആളുകളാണ്. ഇയാളെ ഏതെങ്കിലും തരത്തിൽ നന്നാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആ പെൺകുട്ടി ക്രൂരതകൾക്കിടയിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയുമില്ല. കക്ഷി ഇപ്പോഴും ആ ഫ്രോഡ് പരിപാടികൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. കുട്ടിയുടെ മുമ്പിൽ വെച്ച് വരെ ഇത്തരം ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നു. ഒപ്പം തന്നെ കൗൺസിലിംഗ് ഉൾപ്പെടെ പോകാൻ തയ്യാറാവുന്നില്ല, ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെയാണ് പെൺകുട്ടി എന്തായാലും കൊല്ലത്തെ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് എന്തായാലും നിലവിൽ പെൺകുട്ടിയുടെ മൊഴി കഴിഞ്ഞ ദിവസം രാത്രി പോയാണ് രഹസ്യമായി പോലീസ് രേഖപ്പെടുത്തിയത്. ആ മൊഴി ഒക്കെ തന്നെ രേഖപ്പെടുത്തി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടി പല നിർണായകമായ പല തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പല തെളിവുകളും കൈമാറിയിട്ടുണ്ട്. വളരെയധികം ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പോലും നടന്നത് വലിയ ക്രൂരതയാണ്. ഒരു പെൺകുട്ടി ഭർത്താവിൽ നിന്ന് നേരിടാവുന്ന പരമാവധി ക്രൂരതകൾ ആ പെൺകുട്ടി നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും അവളുടെ മകൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് ഇയാളൊന്ന് നന്നാക്കാനുള്ള ശ്രമം ആ പെൺകുട്ടി നടത്തി. പക്ഷെ അതൊക്കെ വിഫലമായതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ക്രൂരമർദ്ദനം നേരിട്ട് പോലീസിൽ. സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ജയശങ്കർ, ഒരു പ്രേക്ഷകർ പറയുന്നു, സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വിൽക്കുന്ന ഭർത്താവോ പണം ഉണ്ടാക്കാൻ എന്തു മാർഗവും സ്വീകരിക്കുമോ ഈ മനുഷ്യർ എന്ന് പറയുന്നു.
എന്താ ചെയ്യുക? മാനസിക നില ഒരു ഘട്ടം കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാ സാധ്യമാവുക? ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരോടൊപ്പം പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക അല്ലേ? അതെന്തായാലും ഇപ്പോഴെങ്കിലും ആ പെൺകുട്ടിയെ കൊണ്ട് തീരുമാനമെടുത്ത് നന്നായി, പരാതി കൊടുക്കാൻ തീരുമാനിച്ച് നന്നായി. എത്ര കാലം എന്ന് പറഞ്ഞാണ് ഇതേപോലെ അടിയും ചവിട്ടും മർദ്ദനവും മാനസിക പീഡനവും ഒക്കെ ആയിട്ട് കഴിയുക? വേണ്ടെന്ന് വെച്ചാൽ വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇറങ്ങിപ്പോരാനുള്ള തീരുമാനം കുട്ടിക്കെടുക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക പരിസരം ഉണ്ടാവണം. ആ സാമൂഹിക പരിസരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടി അവിടെ എല്ലാവരും പറയുന്ന പോലെ ഒതുങ്ങി അടങ്ങി സഹിച്ച് കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ വാക്കുകളാണല്ലോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നത്. അടക്കം, ഒതുക്കം, സഹിച്ച്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. ഇത് അടക്കമല്ല, ഇത് ഒതുക്കമല്ല, ഇത് സഹനവുമല്ല എന്നുള്ളതാണ്, അടിമത്തമാണ് എന്നുള്ളത് തിരിച്ചറിയുക. ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോരുക. ബാക്കിയൊക്കെ ഇഷ്ടംപോലെ ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ജീവിച്ചുകൂടെ? ഈ നാട്ടിലാണോ ജോലിയില്ലാത്ത? സമാധാനത്തോട് ജീവിക്കാൻ.